ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, എന്തു ചെയ്തിട്ടും ഈശ്വരൻ വിളി കേൾക്കുന്നില്ല എങ്കിൽ ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ മതി. നിങ്ങൾ വിളിക്കുന്ന ഈശ്വരൻ ഏതാണെങ്കിലും ആ ഈശ്വരൻ നിങ്ങളുടെ കൂടെ, ആ ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും, നിങ്ങളുടെ എത്ര വലിയ ശത്രുദോഷമായിക്കോട്ടെ, ആഭിചാര ദോഷമായിക്കോട്ടെ, ശാപദോഷങ്ങളായിക്കോട്ടെ, തടസ്സങ്ങളായിക്കോട്ടെ, എല്ലാ ഈശ്വരൻ, നിങ്ങൾ വിളിക്കുന്ന ഏത് ഈശ്വരൻ, ആ ഈശ്വരൻ എല്ലാം മാറ്റി നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവികമായ അനുഗ്രഹവും ശക്തിയും നൽകി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ അതുപോലെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് ഭഗവാനെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലേ നാളെ ലക്ഷങ്ങളല്ലേ കോടികൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതൊക്കെ നിങ്ങളുടെ ഭഗവാനുള്ള ഭക്തി പോലെ ഇരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്ന. ഏത് ഈശ്വരനെ കുറിച്ചാണെന്ന് വെച്ചാൽ കൃഷ്ണനെ കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏത് ഈശ്വരനെ കൊണ്ട് ഇത് ചെയ്യാം, ഇതൊരു നല്ല കാര്യമാണ്. ഏത് ഈശ്വരനെ ചെയ്താലും ആ ഈശ്വരൻ്റെ കൂടെ പ്രിയപ്പെട്ട വഴിപാട് കൂടെ നിങ്ങൾ ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ നട ചെയ്യണം. ഞാനിപ്പം കൃഷ്ണൻ്റെ ഒരു അത്ഭുതകരമായ വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെ വഴിപാട് ചെയ്തിട്ടും നമുക്കൊരു മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ്റെ സഹായം നമുക്കുണ്ടാകാനുള്ള അത്ഭുതமான വിദ്യ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന വിലപ്പെട്ട വിദ്യ, ഇതിനപ്പുറത്തൊരു ഇതൊരു ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് അതിൻ്റെ വില മനസ്സിലാവും. അതുപോലെ അത്ഭുതകരമായ വിദ്യ, ലക്ഷങ്ങൾ കൊടുത്താലും ജന്മങ്ങൾ തപസ് ചെയ്താലും കിട്ടാത്തൊരു കാര്യം പറഞ്ഞത്. ഇത് കാണുന്നവരാരാണേലും അവർ ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ്. അവർ ആ ഈശ്വരന് നന്ദി പറയുക, പരമേശ്വരന് നന്ദി പറയുക, അമ്മ പാർവതി ദേവിക്ക് നന്ദി പറയുക, പാർവതി ദേവിക്ക് നന്ദി പറയുക, ഗുരു അഗസ്ത്യർക്ക് നന്ദി പറയുക, ഈശ്വരന് നന്ദി പറയുക. കാരണം അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ രഹസ്യമായ അത്ഭുതമായ ഒരു വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കഴിവോ അറിവോ ഒന്നുമല്ല, ആ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. എല്ലാവർക്കും ഒരു നന്മ ഉണ്ടാകണം എന്ന ചിന്തയിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്, പ്രാർത്ഥനയോടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഈ ജന്മത്തിൽ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളെ പറഞ്ഞുതരുന്നത്. എന്നോട് ഒരു 10-15 മിനിറ്റ് ചിലവഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വര. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക്, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് ആ രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. നമ്മുടെ തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും കൂടെ വേണം. ഈശ്വരാധീനവും നമ്മുടെ പ്രവൃത്തിയും കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം അത്ഭുതமான കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും ഈ സാഹചര്യം പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതിലെ പറഞ്ഞുതരുന്നതാണ്. ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വിദ്യ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടി ഇതുപോലൊരു കൃഷ്ണൻ്റെ ഒരു ചെറിയ പ്രതിമ വാങ്ങുക. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും വാങ്ങാം. ചെറിയ പ്രതിമയാണ്, ഞാൻ അടുത്ത് കാണിക്കും, വലുതായിട്ട് തോന്നുന്നതാണ്. ചെറിയ പ്രതിമ. ഇത് കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മിക്കയിടത്തും ഉണ്ട്. ഞാനിത് വാങ്ങിച്ചത് അമ്പലപ്പുഴയാണ്. മിക്കവാറും കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കടകളിൽ കാണും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിമ വാങ്ങിയിട്ട് ഇനിയാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു വരി ഉരുവിടണം, പിന്നെ ഈ പറയുന്ന കാര്യം ചെയ്യണം. അതായത് ആദ്യമേ ഞാൻ പറയാം, നമ്മൾക്ക് ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകണമെങ്കിൽ നമ്മളുടെ സാമർഥ്യം കൊണ്ടോ ഒന്നും കണക്റ്റ് ആകാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ടും മനഃശുദ്ധി കൊണ്ടും ആണ് ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈശ്വരീയമായൊരു വിദ്യയെ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ചെറിയൊരു കാര്യമല്ല. നമ്മളുടെ മൂക്കിൻ്റെ നേരെ ഒരു വര വരച്ചാൽ എവിടെ നിൽക്കും ആ രീതിയിൽ ഒരല്പം അകലത്തിൽ ഇങ്ങനെ മൂക്കിൻ്റെ അവിടുന്ന് സാങ്കല്പികമായിട്ട് ഇങ്ങനെ ഒരു വര വരച്ചാൽ, അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടുന്ന് നേരെ ഒരല്പം മാറി ഇത് വെക്കുക. നിങ്ങളുടെ കണ്ണിന് മുന്നിൽ മൂക്കിൻ്റെ അവിടുന്ന് അല്പം ഒരു മാറി ഇത് വയ്ക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ? അതായത് മൂക്കിന് നേരെ ആയിരിക്കണം
ഭഗവാന്റെ ശിരസ് വരുന്നത്. മനസ്സിലായല്ലോ? നിങ്ങളുടെ മൂക്കിൻ്റെ അവിടെ നിന്നൊരു വര വരച്ചാൽ അതിന് നേരെ വരണം ഭഗവാന്റെ ശിരസ്. കേട്ടോ? ഏകദേശം ഈ രീതി കേട്ടോ വെക്കുക. വെച്ചിട്ട് നിങ്ങൾ 2 കണ്ണുകൾ കൊണ്ടും ഭഗവാനെ നോക്കുക. ഒരു ബലവും പിടിക്കേണ്ട, വെറുതെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ മൂക്കിൻ്റെ അവിടെ നിന്നൊരു വര വരച്ചാൽ ഇങ്ങനെ വരുന്ന ആ പൊസിഷനിൽ ഭഗവാന്റെ ശിരസ് വരത്തക്കവണ്ണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ 2 കണ്ണുകളും ഈ ഒരു മധ്യത്തിലേക്ക് ദൃഷ്ടി വരും. ഭഗവാന്റെ ശിരസിലേക്ക് ദൃഷ്ടി വരുമ്പോൾ ഒരു ചിന്തയില്ലാതെ ബലമൊന്നും പിടിക്കേണ്ട, സാധാരണ പോലെ ഒരല്പനേരം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര നോക്കിയാൽ മതി. 1 സെക്കൻഡ് നോക്കിയാലും കുഴപ്പമില്ല, ഒരു 15 സെക്കൻഡ് നോക്കിയാലും കുഴപ്പമില്ല, 30 സെക്കൻഡ് നോക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 മിനിറ്റ് നോക്കിയാലും കുഴപ്പമില്ല. നിങ്ങളെ കൊണ്ട് പറ്റും, അതിൽ കൂടുതൽ നോക്കണ്ട. ഒന്നുകിൽ 1 മിനിറ്റിനുള്ളിൽ, ഒന്നുകിൽ 1 മിനിറ്റ്, അല്ലെങ്കിൽ സെക്കൻഡുകൾ 10, 15, 30 സെക്കൻഡ് അല്പനേരം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കുക. 1 മിനിറ്റ് നോക്കാൻ പറ്റുന്നവർ 1 മിനിറ്റ് നോക്കുക. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, ഒരു ചിന്തയില്ലാതെ. ഇത് കണ്ടോ, ഇവിടുത്തെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് നേരെ വരത്തക്ക രീതിയിൽ ശിരസ് വെക്കണം ഭഗവാന്റെ. അപ്പം നമ്മുടെ ദൃഷ്ടി ഇവിടെ വരുമ്പോൾ നമ്മളുടെ ഈ കണ്ണുകൾക്കിടയിൽ കൂടി ഈ ആജ്ഞയിലാണ് ആ ഒരു പവർ വരുന്നത്. നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കണം, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. കറക്റ്റ് മൂക്കിൻ്റെ നേരെ ശിരസ് വരികയാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് ആജ്ഞയിലായിരിക്കും. കണ്ണുകൾക്ക് മധ്യത്തിൽ, ഈ പിരിക മധ്യത്തിലുള്ള ഈ ആജ്ഞയിലായിരിക്കും. ഒന്നും ചിന്തിക്കേണ്ട, ഇപ്പോൾ ഒരു മന്ത്രവും ജപിക്കേണ്ട. ഭഗവാനെ കാണുക, ഭഗവാനെ മാത്രം കാണുക, ഭഗവാന്റെ രൂപം മാത്രം മനസ്സിൽ നിറയുക. ഇങ്ങനെ അല്പനേരം ചെയ്ത ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണടയ്ക്കണം. കണ്ണടച്ചിട്ട് ഭഗവാന്റെ ഈ രൂപം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന മന്ത്രം കണ്ണടച്ചുകൊണ്ട് വാ കൊണ്ട് ഉച്ചരിക്കണം. ഓം കൃഷ്ണായ നമ. അപ്പം കൃഷ്ണായ എന്നുള്ളത് അല്പം നീട്ടണം. ഓം കൃഷ്ണായ നമ. ഒരുപാട് നീട്ടണ്ട, ഒരു മധ്യമത്തിൽ ഞാൻ ജപിക്കുന്ന പോലെ. ഓം കൃഷ്ണായ നമ. ഓം കൃഷ്ണായ നമ. അത്ര നീട്ടിയാൽ മതി. ഓം കൃഷ്ണായ നമ. ഓം കൃഷ്ണായ നമ. അത്ര നീട്ടിയാൽ മതി. അങ്ങനെ ഒരു 2 3 തവണയോ ജപിക്കുക, അല്ലെങ്കിൽ 1/2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ജപിക്കാം. അതിൽ കൂടുതൽ വേണ്ട. ജപിച്ച ശേഷം ഒരു ചിന്തയില്ലാതെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചു നിങ്ങൾ അല്പനേരം, ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ എത്രയെങ്കിലും അല്പനേരം ഇരിക്കുക. 1 മിനിറ്റ് കൂടുതൽ എന്തായാലും ചെയ്യണ്ട. ഇതിൻ്റെ ഓരോ ഘട്ടവും ഈ ഒരു 1 മിനിറ്റ് താഴെ ചെയ്യാവുള്ളൂ. മൊത്തം ചെയ്യാൻ 3 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. ഹൃദയത്തിൽ ധ്യാനിച്ചിരിക്കുക. ഭഗവാനെ മാത്രം, ഒരു ചിന്തയില്ലാതെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സങ്കല്പിക്കുക. ഭഗവാന്റെ ഈ രൂപം സങ്കല്പിച്ച് നിങ്ങൾ ഒരു ചിന്തയില്ലാതെ ഇരിക്കുക. ഇത് നിത്യേന രാവിലെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ പൂർണ്ണമായും ഇത് ആത്മാർത്ഥയോടെ സത്യസന്ധതയോടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ദൈവികമായ ശക്തിയായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. ദൈവികമായ ആ ഈശ്വരൻ്റെ ആ ദേവത, ഇത് ഏത് ദേവനെ കൊണ്ടും ചെയ്യാം. ഞാൻ കൃഷ്ണനെ കൊണ്ടാണ് കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് ഏത് ദേവനെ കൊണ്ടും ദേവിയെ കൊണ്ടും ഒക്കെ ചെയ്യാം. അപ്പോൾ ആ ദേവിയുടെ മന്ത്രം ജപിച്ചാൽ മതി, അല്ല ദേവൻ്റെ മന്ത്രം ജപിച്ചാൽ മതി. ആ ദേവതയായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. ആ ദേവതയുടെ സഹായം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈശ്വര്യമായ ശക്തികളായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ശത്രുദോഷമോ പ്രാകൃദോഷമോ കർമ്മദോഷമോ അഭിചാര ദോഷമോ തടസ്സങ്ങളോ സാമ്പത്തികമായ ഭയങ്കരമായ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വിശ്വാസത്തോടെ ഇത് ചെയ്താൽ ഭഗവാൻ നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തരും. ഭഗവാനെ വിശ്വസിക്കണം. ഇത് ചെയ്തിട്ട് ഒരു വിശ്വാസമില്ലാതെ ചെയ്തിട്ട് ഒരു ബലം കിട്ടത്തില്ല. വെറുതെ ചെയ്യാമെന്നുള്ളൂ. ഇത് അതുപോലെ തന്നെ സംശയമുള്ളവർ ശരിയാകുമോ, നടക്കുമോ, അങ്ങനെയുള്ളവരും ചെയ്യണ്ട. ചെയ്യുക, പിന്നെ ചെയ്ത് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതാണ് വിശ്വാസം. അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. എല്ലാത്തിനും വെറുതെ സമയം കളയണമെന്നില്ല. ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ഭഗവാൻ എല്ലാം നൽകും. ഇന്നല്ലേ നാളെ ലക്ഷാധിപതി അല്ലെങ്കിൽ ലക്ഷാധിപനോ അല്ലെ കോടീശ്വരനോ അല്ലെ അവനവൻ്റെ ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തോ ഭഗവാൻ തരും. ഒരു സംശയം വേണ്ട. ഇത് നിത്യേന രാവിലെ 6:30 മുമ്പ് ചെയ്യണം. 6:30 മുമ്പ് എപ്പം വേണേലും ചെയ്യാം.
വൈകുന്ന പാട് സന്ധ്യയ്ക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഒരു 6:30-ക്ക് ശേഷം വൈകുന്ന പാട് ചെയ്യുക. ഇത് കിഴക്കോട്ട് നോക്കിയിരുന്നോ ഏത് ദിക്കിലോട്ട് നോക്കിയിരുന്നോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. നിങ്ങൾ ചെയ്താൽ മതി, ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും നോക്കിയാലും ചെയ്യാം. അപ്പോൾ കൂടുതലും കിഴക്ക്, വടക്ക്, പടിഞ്ഞാറാണെങ്കിൽ നല്ലത് കേട്ടോ. അതാണെങ്കിൽ കൂടുതലും നല്ലത്. ആ 3 ദിക്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, നിങ്ങൾ എങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഭഗവാന്റെ അപാരമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പുരിക മധ്യത്തിലാണ്. നമ്മൾ ഈ പുരിക മധ്യത്തിലേക്ക് ഭഗവാന്റെ അത് വെച്ച് ആ രൂപം വെച്ച് ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു. പുരിക മധ്യത്തിലായിരിക്കും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു എഫക്റ്റ് പുരിക മധ്യത്തിലേക്ക് വരും. അപ്പോഴാ ആജ്ഞയിലാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ആജ്ഞ ബലപ്പെടുന്നതാണ്. ആജ്ഞയിലെ ഇച്ഛാശക്തി, ആ ഈശ്വരീയമായ ആ ഒരു പവർ ആജ്ഞയിലെ ബലപ്പെടുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് നിത്യേന ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദൈവികമായ ശക്തികൾ നിങ്ങളിലേക്ക്, ദൈവികമായ ശക്തികളുടെ അനുഗ്രഹം, കൃഷ്ണൻ്റെ ചെയ്യുമ്പം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളെ ആർക്കും ഒന്നും ഒരു തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ ഉണ്ടാക്കാനോ ഒരു ദുഷ്ടശക്തികൾക്കും അല്ലെ നെഗറ്റീവ് എനർജികൾക്കും ഒന്നും സാധിക്കത്തില്ല. ഒരു തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. ഇത് അത്ഭുതമായ ഒരു കാര്യമാണ്. കാരണം ഇതൊരു ഏറ്റവും സൂക്ഷ്മമായൊരു വിദ്യ പറഞ്ഞു തന്നെ എല്ലാവർക്കും. ഞാനീ പറഞ്ഞു തന്നതിന് എനിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾ ഭഗവാനെ അറിയുക. ഭഗവാനെ അറിയുക എന്ന് വെച്ചാൽ, ആ ഈശ്വരനെ അറിയുക എന്ന് വെച്ചാൽ നന്മയെ അറിയുക. നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരബോധത്തെയും ആ പ്രപഞ്ചമാകുന്ന ഈശ്വരനെയും നിങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ജീവിതം ഏറ്റവും ധന്യമാകും. ഏറ്റവും മഹത്തായ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവരും ഈശ്വരനെ അറിയട്ടെ, നന്മ അറിയട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് പറഞ്ഞു തന്നത്. നമ്മൾ ഈശ്വരനെ അറിയുന്നതോടൊപ്പം ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് അവസാനം ഞാനൊരു ശിവരഹസ്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത്രയും കേൾക്കുന്നവർക്ക് ഒരു ശിവൻ്റെ അത്ഭുതമായ വിദ്യ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങളിലൂടെ അറിഞ്ഞാലേ ഈശ്വരനെ നിങ്ങൾക്ക് ഈശ്വരീയമായ രഹസ്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ആയിക്കോട്ടെ, പ്രായപൂർത്തിയാകുന്ന സമയത്ത് പുരുഷനോ സ്ത്രീ ആയിക്കോട്ടെ, അവരൊരു പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവർ ചില പ്രകൃതിയുടെ ഒരു നിയമമാണ്, ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. ഇതെന്താണെന്നറിയോ? സ്വാതന്ത്ര്യബോധം. ഇപ്പം ഒരു പ്രായപൂർത്തിയായൊരു പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, അപ്പോൾ ഒരു പയ്യനായിക്കോട്ടെ, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, പറയും ഞാൻ നോക്കിക്കോളാം, എനിക്കക്കാരെ അറിയാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും. അപ്പം അത് അവരുടെ സ്വാതന്ത്ര്യബോധം ആ പ്രായപൂർത്തിയാകുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ആ സ്വാതന്ത്ര്യബോധം. അപ്പം വീട്ടുകാരത് പലപ്പോഴും അഹങ്കാരമായിട്ട് കാണും. അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അവൻ്റെ സ്വാതന്ത്ര്യമല്ല, അവളുടെ സ്വാതന്ത്ര്യം അത് പ്രകടിപ്പിക്കുന്നതാണ്. ആ പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരിതാണ്. ഒരു പക്ഷി ആയിക്കോട്ടെ, ഒരു പറവയായിക്കോട്ടെ, അത് പക്വതയാകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം ആ പ്രകൃതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പറവ പറക്കാൻ ശ്രമിക്കുമ്പം മാതാപിതാക്കൾ ഈ പക്ഷികളുടെ മറ്റു ജീവജാലങ്ങളെല്ലാം കാര്യം പറഞ്ഞത്, മാതാപിതാക്കൾ അവരുടെ ഇതിനെ സ്വയം പര്യാപ്തയാക്കാൻ വേണ്ടി അവരുടെ കാര്യം നോക്കിപ്പോവും. ആ പക്ഷി തനിയെ പറക്കാൻ ശ്രമിച്ച് അതിൻ്റെ ചിറകുകൾക്ക് കരുത്ത് വന്ന് അത് ആ വിശാലമായ അനന്തമായ ആകാശത്തിലൂടെ, ആ സ്വാതന്ത്ര്യത്തിലൂടെ അത് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന സ്വയമേവയാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ. മനുഷ്യൻ മാത്രമേ ഉള്ളൂ അവരുടെ കുട്ടികളെ ജീവിതം മുഴുവൻ സഹായിച്ച് കൂടെ നടക്കുന്നത്. അതൊക്കെ മനുഷ്യൻ്റെ ഒരു ജീവിത രീതിയുടെ പ്രത്യേകതയാണ്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ കഴിവുകൾ, കുട്ടികളുടെ അവരുടെ പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വാതന്ത്ര്യബോധം, കഴിവുകൾ, ഇതൊക്കെ അവർ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അതൊരു അഹങ്കാരമായിട്ട് കാണരുത്. ഞാൻ കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് തീരെ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെ സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് വീട്ടുകാർ പലപ്പോഴും ഒരു അഹങ്കാരമായിട്ട് കാണും. ഒരിക്കലും അങ്ങനെ കാണരുത്. അപ്പോൾ ഇതൊക്കെ ഈശ്വരൻ്റെ ഒരു പ്രകൃതി നിയമങ്ങളാണ്. അപ്പോൾ അവന് ഒരു ആൺകുട്ടി ആയിക്കോട്ടെ, പെൺകുട്ടി ആയിക്കോട്ടെ, അവന് സ്വാതന്ത്ര്യത്തോടെ എനിക്കതറിയാം, ഞാനത് ചെയ്തോളാം പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അതും ഈശ്വരനോട് ഈശ്വര സേവ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മാത്രമല്ല ഈശ്വരനെ അറിയുന്നത്.
അപ്പം നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക. പിന്നെ ഈ പ്രായപൂർത്തിയാവുന്ന പ്രായത്തിലാണ് കുട്ടികൾ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടിലേക്ക് പോയി വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. അവരെ അംഗീകരിക്കണം. അവരെ അംഗീകരിക്കാൻ വേണ്ടി പലതും ചെയ്യും. അവരെ ചില കാര്യങ്ങൾ സ്വയം ചെയ്ത് കാണിക്കാൻ ശ്രമിക്കും. ചില പരിശ്രമങ്ങൾ സ്വയം ചെയ്യും. ഞാനത് ചെയ്തോളാം, ഞാനത് ചെയ്ത് കാണിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പോഴൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. അത് നിങ്ങൾ കൊടുക്കുന്നതല്ല, അവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ അവരുടെ കഴിവുകളെ അടക്കി വെക്കുക, അവരെ നീ അഹങ്കാരി അതുപോലെ വഴക്ക് പറയുക എന്നൊന്നും ചെയ്യരുത്. പിന്നെ അവർ തെറ്റായ വഴിയിൽ പോയാൽ നമ്മളൊരു ശ്രദ്ധ വേണം. അത് പാടുമില്ല. തെറ്റായ വഴിയിൽ പോകാൻ പാടില്ല. അവരെ നമ്മൾ ശ്രദ്ധിക്കുക കൂടി വേണം. ഇനിയും ഇപ്പം നമുക്ക് ദൈവാധീനം ഈശ്വരനെ അറിയാൻ വേണ്ടി ഇപ്പം മറ്റു ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ നന്നായിരിക്കും. നമ്മുടെ മുന്നിൽ നമ്മളിപ്പോൾ പല ആളുകളെ കാണും. ചിലർ ചെറിയ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം, ചിലർ വലിയ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ ആ തൊഴിൽ അയാൾ ആത്മാർത്ഥതയോടാണ് ചെയ്യുന്നെങ്കിൽ ഈ ചെറിയ തൊഴിലായിക്കോട്ടെ വലിയ തൊഴിലായിക്കോട്ടെ ആ വ്യക്തികളെ നമ്മൾ മനസ്സുകൊണ്ട് ഒരേ നിലയിൽ കണ്ട് ബഹുമാനിക്കണം. അങ്ങനെ മനസ്സിനൊരു സമത്വ ഭാവന ഉണ്ടാകണം. വലിയവനെന്നും ചെറിയവനെന്നും ഒരാളെ നമ്മൾ കാണരുത്. എല്ലാവരോടും ഒരുപോലെ സ്നേഹം, ഒരുപോലെ ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ഈശ്വരനെ അറിയും. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ഈശ്വരനെ അറിയുന്നത്. എൻ്റെ മുന്നിൽ വലിയ നിലയിലുള്ള ആളുകൾ വരാറുണ്ട്, വലിയ കോടീശ്വരന്മാർ വരാറുണ്ട്, സാധാരണ ജോലി ചെയ്യുന്നവർ വരാറുണ്ട്. എല്ലാവരും ഒരുപോലാണ് ഞാൻ സ്നേഹിക്കുന്നത്, എല്ലാവരോടും ഒരുപോലാണ് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവരോടും ഒരുപോലാണ് സ്നേഹിക്കുന്നത്. ഞാൻ ആ സമത്വമായിട്ടാണ് കാണുന്നത്. അതും ഈശ്വര സേവയാണ്. പ്രാർത്ഥനയിലുള്ള മാത്രമല്ല ഈശ്വരനെ അറിയുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെ നമ്മൾ ഈശ്വരനെ അറിയും. ഇനിയും ഇപ്പോൾ ഒരാളുടെ നീതി അത് നമ്മൾ ഒരിക്കലും ഇപ്പം ഒരു നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരു അച്ഛനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട്. അവർക്ക് ചിലപ്പം ചില ആഗ്രഹങ്ങൾ കാണും. ഒന്ന് വെളിയിൽ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും പോയി ഒരു യാത്ര ചെയ്ത് ചില കാര്യങ്ങൾ കാണണം. അത് നമ്മൾ നിഷേധിക്കരുത്. അത് നമ്മുടെ ഒരു നീതിയാണത്. അതുപോലെ തന്നെ നമ്മളെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി ഒരുപാട് നല്ല അച്ഛൻ്റെ അമ്മേൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള അച്ഛനമ്മമാരുടെ കാര്യമാണ് പറയുന്നത്. മക്കളെ നല്ലതായിട്ട് വളർത്തി, അവർ നല്ലതായിട്ട് കഷ്ടപ്പെട്ട് വളർത്തി. പക്ഷേ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ അവരെ നോക്കണം. അല്ലാതെ ഒരു ഹോം നേഴ്സിനെ വെക്കുക അല്ല ചെയ്യേണ്ടത്. ഹോം നേഴ്സിനെ വെക്കുന്നതുകൊണ്ട് ദോഷമുണ്ടെന്നല്ല പറഞ്ഞാൽ, വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മുടെ സ്നേഹവും സംരക്ഷണവും സാമീപ്യം അവർക്ക് വേണം. അത് അവർക്ക് കൊടുക്കേണ്ട നീതിയാണ്. ആ നീതി ഈശ്വരനാണ്. അത് നമ്മളുടെ ഔദാര്യമല്ല. അത് നമ്മൾ ആ നീതി അവർക്ക് കൊടുത്തില്ല നാളെ നമുക്ക് നീതി കിട്ടത്തില്ല. അത് ഈശ്വരൻ ആ നീതി നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമല്ല, അത് അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ്. ആ നീതി നിങ്ങളത് നിഷേധിക്കരുത്. ആ നീതി അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇപ്പോൾ ആഗ്രഹം കാണും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെന്നായിരിക്കും, ചിലപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നായിരിക്കും. ആ സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. അതും ഈശ്വരനാണ്. അത് നിങ്ങൾ നിഷേധിക്കേണ്ടതല്ല. അത് ഏതൊരു ജീവിക്കും പ്രകൃതി കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴേ അതും ഈശ്വരനെ അറിയാം. പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമല്ല ഈശ്വരനെ അറിയുന്നത്. ഈ വിധത്തിലെല്ലാം നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. ഇങ്ങനെ ഈശ്വരനെ അറിയാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോഴേ ജീവിതം പരിപൂർണ്ണമാകത്തുള്ളൂ. അല്ലാതെ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കാം, അതും നല്ലത് തന്നെ. പക്ഷേ ഈ വിധം നിങ്ങൾ പ്രവൃത്തിയിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഈശ്വരൻ തരും, ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. ഈശ്വരനെ നിങ്ങൾക്ക് ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും. ഈശ്വരൻ പിന്നെ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരവായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഉത്തരവ്, ഈശ്വരൻ എന്നുള്ളത് ഒരു ഉത്തരവായിരിക്കും. നിങ്ങൾക്ക് അനുഭവമായിരിക്കും. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് കാരണഭൂതരായ ആളുകളുണ്ട്. നിങ്ങൾ ഭൂമിയിൽ ഈ നിമിഷം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിക്കാൻ കാരണഭൂതരായിട്ടുള്ള ആളുകളുണ്ട്. അതാരാ? അച്ഛനും അമ്മയും. പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പറഞ്ഞു തന്ന ചില ആളുകളുണ്ട്. അവരെല്ലാം ഗുരുക്കന്മാരാണ്. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ മാത്രമല്ല, നിങ്ങൾക്ക് ജീവിക്കാൻ പ്രാപ്തമായ, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഏതൊരു കാര്യം പറഞ്ഞു തന്നതെല്ലാം ഗുരുക്കന്മാരാണ്. അങ്ങനെ മനസ്സിലാക്കുക. ടീച്ചർമാരും ഗുരുക്കന്മാരാണ്. അപ്പം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്മയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ പലരും പറഞ്ഞു തന്ന കാര്യം കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയിരിക്കുന്നത്. അവരെല്ലാം ഗുരുക്കന്മാരാണ്. അപ്പം അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ, ഈ മൂന്ന് കൂട്ടരെയും നമ്മൾ
വണങ്ങുകയും അവരെ നമ്മൾ മനസ്സാ വാച കർമ്മണ അവരെ നമ്മൾ ബഹുമാനിക്കുകയും നമ്മളെക്കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഈശ്വരനെ അറിയും. ഞാൻ സത്യസന്ധമായിട്ട് പറയും, നിങ്ങൾ ശിവനെ അറിയും, നിങ്ങൾ പരമാത്മാവിനെ അറിയും. നിങ്ങൾ അനന്തമായ ആ ഈശ്വര ചൈതന്യം നിങ്ങളിൽ ഉണ്ടായി വരും. അതിനപ്പുറത്ത് യാതൊന്നുമില്ല. പ്രാർത്ഥനകൾ മാത്രമല്ല, ഈ വിധ പ്രവൃത്തികളും ഈശ്വര സേവകൾ തന്നെയാണ്. ഇനിയും ഇങ്ങനെ നിങ്ങൾ ഈശ്വരനെ അറിഞ്ഞാൽ, അല്ല നിങ്ങളിങ്ങനെ അറിയാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു രഹസ്യവിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ ഓം എന്ന് മനസ്സ് ജപിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇത് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ചെയ്യാൻ അത് കുഴപ്പമില്ല. കണ്ണടച്ച് ചെയ്യണേ കുറച്ചുകൂടി നല്ലതാണ്. ഇങ്ങനെ ശ്വാസം ഉള്ളിൽ നിറയുമ്പോൾ ഓം എന്ന് മനസ്സിൽ ജപിച്ചാൽ മതി. ശ്വാസം വെളിയിലോട്ട് വിടുമ്പോൾ എങ്ങനെ വിടണമെന്നറിയാമോ? ഇവിടുന്ന് വിടുകയല്ല, നിങ്ങളുടെ ആ വയറ്റിൽ നിന്നെടുത്ത് ഇങ്ങനെ പോകുന്നതായിട്ട് സങ്കല്പിക്കണം വെളിയിലോട്ട്. അതാണ് അതിൻ്റെ രഹസ്യം. അങ്ങനെ നിങ്ങൾ ഉള്ളിലെ ശ്വാസം മുഴുവൻ വെളിയിലോട്ട് ശിവായ നമ എന്ന് ജപിച്ചുകൊണ്ട് വിടുക, നീട്ടി വിടുക. പതുക്കെ ദീർഘമായിട്ട് എടുക്കുക, ഹോൾഡ് ചെയ്യേണ്ട. പതുക്കെ ദീർഘമായിട്ട് വെളിയിലേക്ക് വിടുക. ഈ ഒരു വിദ്യ നിങ്ങൾ 1 മിനിറ്റോ 1/2 മിനിറ്റോ ഒരു തവണയോ 2 തവണയോ 3 തവണയോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ നിങ്ങളുടെ എഴുന്നേറ്റ ഉടനെ കൈയും കാലും മുഖവും കഴുകിയിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കസേര ഇരിക്കുക, അല്ലാത്തവർക്ക് പുൽപ്പായിലിരിക്കുക, കിഴക്കോട്ട് ഇരുന്ന് ചെയ്യുക. ഒരു 3 തവണയെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ 1 തവണയെങ്കിലും ചെയ്യുക. ഇത് നിങ്ങളെ കൂടെ പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ 1 തവണ ചെയ്യാൻ പറ്റത്തില്ല, 1 തവണ ചെയ്താൽ മതി. ഇവിടെ ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട. പതുക്കെ ദീർഘമായിട്ടെടുത്ത് വയറിൽ നിറയുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പോൾ ഓം എന്ന് മനസ്സിൽ ജപിക്കുക 2 മൂക്കിലൂടെ. ഇത് വയറിൽ നിന്ന് ഈ ശ്വാസം ശിവായ നമ എന്ന് ജപിച്ച് വെളിയിലേക്ക് വിടുക. മനസ്സുകൊണ്ട് ജപിച്ച് ദീർഘമായിട്ട് പതുക്കെ വെളിയിലേക്ക് വിടുക. സ്ലോ ആയിട്ട് മതി. ഇത് ദീർഘശ്വാസമാണ്. പതുക്കെ എടുത്ത് ഇത് നിങ്ങൾ 1 തവണ ചെയ്യാൻ പറ്റുന്നവർ 1 തവണ ചെയ്താൽ മതി. 2 തവണ ചെയ്യാൻ പറ്റുന്നവർ 2-3 തവണ ചെയ്യാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇവിടെ ശ്വാസം പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, എടുത്ത് വിടുന്നേ ഉള്ളൂ. ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട. ഇത് പരമമായ ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ശിരസിൻ്റെ ഈ ഭാഗം കൊണ്ട് ഒരു നിർവൃതി അനുഭവപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ ഭാഗം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. ഒരു യോഗ അല്ലെങ്കിൽ പ്രാണായാമം അല്ലെങ്കിൽ ശിവയോഗ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതറിയായിരിക്കും. എന്തായാലും നിങ്ങൾക്കറിയേണ്ട കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ആ ഈശ്വരീയമായ ഒരു ഇത് എന്നിലേക്ക് ആ സമയത്ത് ആ ഒരു സാമീപ്യം വന്നതുകൊണ്ടാണ് ഈ ഭാഗത്തായിട്ടൊരു നിർവൃതി, ഒരു എനർജി അനുഭവപ്പെടുന്നെനിക്ക്. ഇത്രയും ഞാൻ പറഞ്ഞു തന്നപ്പോൾ. കാരണം ഞാനീ പറഞ്ഞു തന്നതല്ല ഈശ്വരനെക്കുറിച്ചാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞാൻ സാക്ഷാത് പരമേശ്വരനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൽ എനിക്ക് എല്ലാവരും ഈശ്വരനെ അറിയണം, എല്ലാവരും ആ നന്മ അറിയണം, എല്ലാവർക്കും ഈശ്വരബോധം ഉണ്ടായി വരണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല പറഞ്ഞു തന്നത്. അത്ര ശുദ്ധമായ ഹൃദയത്തോടുകൂടിയാണ് ഞാനീ പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് എന്നിലേക്ക് ആ ഈശ്വരൻ്റെ നിർവൃതി ഈ സമയത്ത് ഉണ്ടായത്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ എൻ്റെ കണ്ണുകളിൽ ശ്രദ്ധിച്ചാൽ തന്നെ എൻ്റെ ഉള്ളിലെ ഞാൻ അനുഭവിക്കുന്ന ആ നിർവൃതി അറിയാൻ ചിലപ്പോൾ സാധിക്കും, ചിലപ്പോൾ സാധിക്കത്തില്ല. അതുതന്നെയാണ് ഈശ്വരൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബോധം തന്നെയാണ് ഈശ്വരൻ. ഇപ്പം ഞാൻ എന്നാലാവും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങളോ പറഞ്ഞു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശ്വര, പരമേശ്വര. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങൾ വന്ദിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അതുപോലെ ഓം നമഃ ശിവായ. ഗുരുക്കന്മാരെ ഓം അഗത്തീശായ എന്ന എല്ലാ ഗുരുക്കന്മാരെ വന്ദിക്കുന്നു. ഗുരുക്കന്മാരുടെ ഗുരുവായ മഹാഗുരു അഗസ്ത്യരെ വന്ദിക്കുന്നു. അമ്മ പാർവതീദേവിയെ വന്ദിക്കുന്നു. ഈശ്വരനെ, അനശ്വരനായ ഈശ്വരനെ വന്ദിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. എല്ലാ ഈശ്വരനെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ. ഇതുപോലുള്ള കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നത്. ഇതാണ് നമ്മൾ ജീവിച്ച് മരിക്കുന്നതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലാതെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും, നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ആത്മാവിൻ്റെ സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള ഈശ്വര അനുഗ്രഹമുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ
നിങ്ങൾ ഈ ഭൂമി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. നമ്മുടെ പ്രായമുള്ളവർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട. ഈശ്വരനെ അറിയുന്ന കാര്യം, അവരുടെ പ്രവൃത്തിയിലൂടെ എങ്ങനെ ഈശ്വരനെ അറിയാം, പിന്നെ പ്രാർത്ഥനയിലൂടെ എങ്ങനെ ഈശ്വരനെ അറിയാം അതും പറഞ്ഞു കൊടുക്കണം. മന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെ. പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ എങ്ങനെ ഈശ്വരനെ അറിയാം ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ട് പലയിടത്തും സത്സംഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ ചിലർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വീട് വീടാന്തരം നടന്ന് സത്സംഗങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്കറിയാം, 1-2 വീഡിയോ ഇടയ്ക്ക് കാണുന്നവർക്ക് അറിയത്തില്ല. ഇത് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് വീഡിയോ, അവർക്കറിയാം. അപ്പം സത്സംഗങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ഞാൻ നടത്തുന്നതല്ല, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ശേഷം സത്സംഗങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാനതിന് എൻ്റെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സത്സംഗങ്ങൾ സംഘടിപ്പിക്കണം. പ്രായമുള്ളവർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ. ഒരു കുട്ടി മോശമായിട്ട് പോകത്തില്ല, മോശം കൂട്ടുകെട്ടിൽ പോകത്തില്ല. ആ കുട്ടി ഏറ്റവും മിടുക്കനായിട്ട് വരികയും ചെയ്യും. അവനെക്കൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും. അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കത്തുമില്ല. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം എന്തെല്ലാം നമ്മൾ വാർത്തകൾ ദിവസവും കാണുന്നു. കുട്ടികൾ പലപ്പോഴും പല മീഡിയാസിലും കാണുന്ന ആൾ പോലും അറിയത്തില്ല. ആ രീതിയിലൊക്കെ ഓരോരുത്തരുടെ പുറകെ പോയി ഒരു കുട്ടികൾ വഞ്ചിക്കപ്പെടുക. അന്ന് ഈ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോവുക, മോശമായ റിലേഷൻഷിപ്പ് പോവുക. പക്ഷെ അവരെ ഉപദേശിച്ചാലൊന്നും അവരൊന്നും നന്നാകത്തില്ല. പക്ഷെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുത്ത ഒരു കുട്ടിയും മോശം രീതിയിലേക്ക് പോകത്തില്ല. അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭദ്രകാളി മന്ത്രം തന്നെ ജപിച്ചാൽ, ഭദ്രകാളിയെ തന്നെ സ്മരിച്ചാൽ ഒരു കുട്ടിക്കും അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഇച്ഛാശക്തി കിട്ടും, ജ്ഞാനശക്തി കിട്ടും, ക്രിയാശക്തി കിട്ടും. അവരെയൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അവരൊന്നും ആരുടെയും പുറകെ പോവുകയോ ഒരു തട്ടിപ്പ് പോയി ചാടുകയോ ഒന്നും ചെയ്യത്തില്ല. ഒരു തട്ടിപ്പുകാരനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറേ കഥകളൊക്കെ പറയാം, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ കുട്ടികൾക്ക് ആവശ്യം ഇതുപോലെ പ്രായോഗികമായിട്ടുള്ള അവർക്ക് ധൈര്യം നൽകുന്ന, ഞാൻ ഓമിൻ്റെ ഒരു വിദ്യ അയാളുടെ വീഡിയോ പറഞ്ഞായിരുന്നു, ധൈര്യം കിട്ടുന്ന, അതുപോലെ ധൈര്യം കിട്ടുന്ന ധ്യാനങ്ങളും മനസ്സിനെ അല്ലെ അവരുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്ന ദൈവികമായ കാര്യങ്ങൾ, പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പം പറഞ്ഞ ഈ കൃഷ്ണൻ്റെ വിദ്യ, ഇതൊക്കെ അവർക്ക് ആജ്ഞാശക്തി കൂടും. അങ്ങനെ ആജ്ഞാശക്തി കൂടുമ്പോൾ മറ്റുള്ളവർ തട്ടിപ്പിലും പഠിപ്പിലും പോയി ചാടത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. കഥകൾ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വല്ലവർക്കും ആ വലിയ രീതിയിൽ എന്നിട്ടും കുട്ടികൾ ഒക്കെ മോശം കൂട്ടുകെട്ടിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പം കഥകളൊക്കെ കേൾക്കണം, പറയണം, നല്ലത് തന്നെ. പക്ഷേ അത് അതിൻ്റെ ഭാഗമായിട്ട് പറയണം. കാരണം കഥകളിലൂടെ സന്ദേശങ്ങളുള്ള കഥകൾ പറയണം, ആ കഥകൾ അറിയണം, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ഇതുപോലെയുള്ള പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന വിദ്യകളും പഠിപ്പിക്കണം. ആ വിദ്യകൾ ഗുണം ചെയ്യും. ആത്മീയ വിദ്യകൾ പഠിപ്പിക്കണം. എൻ്റെ 1500 വീഡിയോയിൽ ആയിട്ട് എന്തെല്ലാം വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭദ്രകാളിയുടെ, മുരുകൻ്റെ, പിന്നെ ശിവൻ്റെ എത്രയോ യോഗവിദ്യകൾ, ശാസ്ത്രരഹസ്യങ്ങൾ, ഏതൊരാൾക്കും ഏത് കാര്യം സാധിച്ചെടുക്കാവുന്ന എന്തെല്ലാം വിദ്യകൾ. അതിന് ആവശ്യമുള്ളത് നല്ലതെന്ന് തോന്നുന്ന അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ നല്ല ആരുടെയാണെങ്കിലും നല്ല കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന ഇപ്പോൾ വേറെ എൻ്റെ വീഡിയോ നല്ല വേറെ ആരുടെ വീഡിയോയിലാണെങ്കിലും നല്ലതെന്നുള്ള എല്ലാവരെയും സ്വീകരിക്കാം. നിങ്ങൾക്ക് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ള, എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കുക, ആവശ്യമില്ലാതെ സ്വീകരിക്കേണ്ട. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും. ഈ കുട്ടികളൊക്കെ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. കുട്ടികൾ നല്ല പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും വീട് സ്വർഗമായിരിക്കും. കാരണം ഈശ്വരാധീനമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്, ഈശ്വരനെ അറിയാത്തതിൻ്റെ ഉള്ളൊരു കുഴപ്പമാണ് കൂടുതലും സംഭവിക്കുന്നത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ കലഹവും വഴക്കും മദ്യപാന ലഹരിയും ഒക്കെയുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച പോയി ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും, ഇപ്പം ഗ്രഹനാഥൻ ആ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ ഗ്രഹനാഥയുടെയും പേര് ചെയ്യണം. മക്കളുണ്ടെങ്കിൽ മക്കൾ പ്രശ്നക്കാർ കലഹം വഴക്ക് മദ്യപാനം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളുടെയും ഗ്രഹനാഥയുടെയും പേര് ചെയ്യണം. 100 രൂപയുടെ സാധാ ഗുരുതിയുണ്ട്, അത് ചെയ്യുക. തിരുമലയ്ക്ക് ദക്ഷിണ കൊടുക്കുക. ഒരു ചൊവ്വാഴ്ച ചെയ്യുക, മാസത്തിൽ ഒരു ചൊവ്വാഴ്ച വീതം ആവർത്തിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തെങ്കിൽ അതൊക്കെ അപ്പോഴേ അവിടെ മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരാധീനത്തിൻ്റെ പ്രസക്തി എന്താണ്. ഉപദേശിച്ചാലൊന്നും ആരും മാറത്തില്ല.
അല്പം എല്ലാം തലവലി കേൾക്കും, പിന്നെയും പഴയ പോലെ തന്നെ ചെയ്യും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ തനിയെ മാറിക്കോളും. ഞാൻ എത്രയോ അനുഭവങ്ങൾ ഇത് പറഞ്ഞു തരുന്ന കാര്യമാണ്. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. എനിക്ക് എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞതേ ഉള്ളൂ. അതെൻ്റെ സ്വാതന്ത്ര്യം. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ നിങ്ങൾക്ക് സ്വീകരിക്കുകയോ തള്ളിക്കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാവരും ഈശ്വരൻ പറഞ്ഞ എല്ലാ ആത്മാർത്ഥയോടും സത്യസന്ധയോടും എൻ്റെ അനുഭവങ്ങളുമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. എല്ലാം നല്ല കാര്യങ്ങളാണ്. ശുഭം.